വാട്ട് ഈസ് യുവർ കറണ്ട് എനർജി? നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ യുവർ കറണ്ട് എനർജി. We got 4 of Swords. സറണ്ടറിങ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സമയം സറണ്ടറിങ് മോഡിൽ നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. സറണ്ടറിൽ മോഡിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ കംപ്ലീറ്റ്ലി സറണ്ടർ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാതെ ഒരു മൂലക്കിരിക്കുക എന്നാണോ? അല്ല. എന്തെങ്കിലും വരട്ടെ, അത് വിധിയാണെന്ന് വിചാരിച്ച് എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുന്നതാണോ? അതുമല്ല. ഞാൻ എൻ്റെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തുമാകട്ടെ, ആ റിസൾട്ട് ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാണ്. ഞാൻ എക്സ്റ്റേണൽ വാലിഡേഷൻസ് സ്വീകരിക്കുന്നില്ല. മറ്റുള്ളവർ എന്തു പറയുന്നു അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം എന്താണ് എന്ന് ഞാൻ നോക്കുന്നില്ല. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുകയാണ്. അതും എൻ്റെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഒരു മടിയില്ലാതെ ഞാൻ എൻ്റെ മനസ്സ് പൂർണ്ണമായി അവിടെ കൊടുത്തുകൊണ്ട് മൈൻഡ്ഫുൾനെസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അവിടെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ വി ഹാവ് 8 of Pentacles ആണ്. ഇത് യു ആർ വർക്കിംഗ് ഓൺ യുവർ സ്കിൽസ്. കരിയർ, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആവാം, എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതാവാം, നിങ്ങളുടെ കഴിവുകൾ, പാഷൻ എന്തുമാവാം. അത് നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം. അതിൽ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കാം. അത് ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ സമയം അതിൽ മൈൻഡ്ഫുൾനെസ്സോടുകൂടി കൊടുത്തിട്ട് നിങ്ങൾ അതിൽ പോളിഷ് ചെയ്തെടുക്കാൻ നോക്കുക നിങ്ങളുടെ സ്കില്ല്. അതായത് നിങ്ങൾക്കൊരു കഴിവുണ്ടായതുകൊണ്ട് കാര്യമില്ല. ഈ കഴിവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലോ ആരുടെയെങ്കിലും ഒക്കെ ജീവിതങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആകുമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ സ്കില്ലിന് വാല്യൂ ഉണ്ടാകുന്നത്. ടു മേക്ക് യുവർ സ്കിൽ എ സൊല്യൂഷൻ, അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഏസ് ഓഫ് വോൺസ് ആണ്. അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. അത് എക്സ്റ്റേണൽ വാലിഡേഷൻ നോക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു ബ്ലോക്കേജ് അത് ഉണ്ടാക്കി തരും. പല പേർക്ക് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ബേസിക് സ്കില്ലാണ്. അല്ല, എല്ലാ മനുഷ്യരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണെന്നുള്ളത് ആ ഒതൻറ്റിസിറ്റിയോട് കൂടിയിട്ട് മറ്റുള്ളവരെ അലോസരപ്പെടുത്താതെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു കഴിവാണ്. ആ കഴിവ് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ആ തിരിച്ചറിവിനെ നിങ്ങൾക്ക് പരിപോഷിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതിലാണ് നിങ്ങളുടെ റിവാർഡ് സക്സസ് ഇരിക്കുന്നത്.